ഒരു യാത്ര തുടങ്ങി യാത്ര അവസാനിപ്പിക്കലാണല്ലോ ജീവിതം. ലക്ഷ്യങ്ങൾ അവസാനിച്ച് കഴിഞ്ഞാൽ മനുഷ്യന്റെ മരണമെന്നാണ് ഞാൻ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. കാരണം പിന്നെ മനുഷ്യന് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. എൻ്റെ പല വിദേശത്തുള്ള ഫ്രണ്ട്സും അവർ മരണം വരെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. അടുത്ത ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവറി കൺട്രിയിലെ ഹയസ്റ്റ് പീക്സ് കയറുക എന്നുള്ളതാണ്. അത് ഞാൻ ഒരു റീലിൽ കണ്ടു. മനുഷ്യന്റെ ഒരു ജീവിതം അല്ലെങ്കിൽ മനുഷ്യൻ എത്രത്തോളം ചെറുതാണ് എന്ന് മനസ്സിലാവുന്നത് ഈ പർവ്വതനിരകളും അതിലൊരു എന്താ പറയാ ഒരു പൊട്ടുപോലെയാണ് മനുഷ്യൻ എന്ന് പറഞ്ഞിട്ട് റീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? അത് വളരെ വാസ്തവമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇങ്ങനെ ഒരു യാത്രകളൊക്കെ ഒരുപാട് പോവാറുണ്ടല്ലോ. തുടക്കം എന്ന് പറയുന്നത് യാത്ര ചെയ്യണം എന്നൊരു ആഗ്രഹം തോന്നുന്നത് എന്നാണ്? യാത്രകൾ മനുഷ്യന് ജനിക്കുമ്പോഴുള്ള യാത്രകളാണല്ലോ. ഒരു യാത്ര തുടങ്ങി യാത്ര അവസാനിപ്പിക്കലാണല്ലോ ജീവിതം. അത്രേ ഉള്ളൂ. ബേസിക്കലി ഞാനൊരു ഇതൊക്കെ വിട്ട് കഴിഞ്ഞാൽ ഞാൻ പിന്നെ കുറച്ച് ആധ്യാത്മികതയിലേക്ക് പോകും. അങ്ങനെ പക്ഷെ ഇതുപോലത്തെ ഉള്ള യാത്രകൾ ആരംഭിച്ചത് ഡൽഹിയിൽ നിന്നാണ്. ഡൽഹിയിൽ ഞാൻ സിവിൽ സർവീസ് പഠിക്കാൻ വേണ്ടി പോയി. അങ്ങനെ സിവിൽ സർവീസുകാരാവണ്ടെന്നൊരു തീരുമാനം എടുത്തു. ആ സമയത്ത് ഞാൻ സിവിൽ സർവീസുകാരോട് വർക്ക് ചെയ്തു. IAS IPS നമുക്ക് ഈ മാങ്ങ തിന്നു കഴിഞ്ഞാൽ പിന്നെ മാങ്ങ കൊതി കാണത്തില്ലെന്ന് പറയുന്നത് അതോടെ മതിയായി. അത് അങ്ങനെ വർക്ക് ചെയ്ത് എനിക്കത് വേണ്ടാന്ന് തീരുമാനിച്ചു. അതിനുശേഷം മൗണ്ടനറിങ് ഞാൻ ട്രെയിനിങ് ഒരു മൗണ്ടനറിങ് കോഴ്സ് ഉണ്ട്, ബേസിക് മൗണ്ടനറിങ് കോഴ്സ് എന്ന് പറഞ്ഞിട്ട് നോർത്ത് ഇന്ത്യയിലൊക്കെ 3-4 ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിക്കും. അതൊന്നും ഞാൻ അറ്റൻഡ് ചെയ്തു. നമുക്കിപ്പം ഈ ചായ കുടിച്ചാലേ ചായ മൊത്തം കുടിക്കണോ അല്ലെങ്കിൽ കളയണമെന്ന് തോന്നത്തുള്ളൂ. ബേസിക്കലി ഈ കോഴ്സ് അറ്റൻഡ് ചെയ്തപ്പോഴാണ് നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ഈ സാധനം ഉണർന്നു വന്നത്. കുറച്ചുകൂടെ കാര്യങ്ങൾ ചെയ്യാൻ. അപ്പോൾ എവറസ്റ്റ് കയറണമെന്നൊന്നും ഇല്ല. അപ്പൊ അതിനുശേഷം ഇന്ത്യയുടെ 75th ഇയർ ഓഫ് ഇന്ത്യാസ് ഇൻഡിപെൻഡൻസിന് എന്തെങ്കിലും ബിഗ് ആയിട്ട് ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഇന്ത്യയുടെ 75ാമത് സ്വാതന്ത്ര്യ വാർഷികത്തിന് ലോകത്തിലെ ഏറ്റവും വലിയ പർവ്വതത്തിന്റെ മുകളിൽ കയറി ലോകത്തിലെ ഏറ്റവും വലിയ ദേശീയ പതാക പറപ്പിക്കാമെന്നുള്ളൊരു ഐഡിയ ഉണ്ട്. ഞാൻ അങ്ങനെ ചെറിയായിട്ടൊന്ന് ആഗ്രഹിക്കുമ്പോൾ അങ്ങനെ ആക്റ്റീവ് ആലോചിക്കാറുണ്ട്. ഇപ്പൊ സിനിമാടനാവുകയാണെങ്കിൽ എനിക്ക് മിനിമം രജനികാന്തേലും ആവണം. അതിൽ കുറഞ്ഞ് എനിക്ക് വേണ്ട. അതുകൊണ്ട് എനിക്ക് അഭിനയിക്കാൻ പറ്റാത്തത്. പക്ഷെ അങ്ങനെ ഈ മൗണ്ടനിലാണ് എവറസ്റ്റ് കയറുക എന്നുള്ളത് സാധാരണക്കാരന് ചിന്തിക്കാൻ പറ്റുന്ന കാര്യമല്ല. ആ സമയത്ത് മൗണ്ടനുമായിട്ട് വലിയ പിടിപാടൊന്നും ഇല്ല. നമ്മൾ മൗണ്ടൻ ചെറിയ ഈ നാട്ടിലൊക്കെയുള്ള പർവ്വതത്തിൽ കുന്നിൽ കയറും എന്നുള്ളതല്ലാതെ വലിയ പർവ്വതങ്ങളൊന്നും കയറിയിട്ടില്ല. അങ്ങനെ ഒരു സമയത്താണ് ഈ ഒരു തീരുമാനം എടുക്കുന്നത്. അത് 30 അടി നീളവും 20 അടി വീതിയുള്ള പടുകൂട്ടൻ ദേശീയ പതാകയായിട്ടൊക്കെയാണ് പോകുന്നത്. അപ്പം ഒരു 600 സ്ക്വയർ ഫീറ്റ് ഉണ്ട് നമ്മുടെ റൂമിന്റെ വലിപ്പമുള്ള ദേശീയ പതാകയായിട്ടാണ് പോകുന്നത്. ഇതിനുവേണ്ടി ഒരു 4-5 വർഷത്തെ ട്രെയിനിങ് കണ്ടിന്യൂസ് ആയിട്ടല്ല. ഒരു 5000 മീറ്റർ 6000 മീറ്റർ 7000 മീറ്റർ പർവ്വതം കയറുന്നു. അതിനുശേഷം വീണ്ടും അഡ്വാൻസ്ഡ് മൗണ്ടനറിംഗ് കോഴ്സ് അറ്റൻഡ് ചെയ്യുന്നു. പിന്നെ എന്താ പറയുക നിരന്തരം ട്രക്കിങ്ങുകൾ ചെയ്യുന്നു. പിന്നെ കാലിന്റെയും പുറത്തേക്ക് മസിൽസ് സ്ട്രെങ്തൻ ചെയ്യാനുള്ള എക്സസൈസുകൾ ചെയ്യുന്നു. അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോസസ്സാണ്. ഹൈ ആൾട്ടിറ്റ്യൂഡിൽ പോയി താമസിക്കുന്നു നമ്മുടെ ലങ്സിനൊക്കെ ഉള്ള കപ്പാസിറ്റി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അതെല്ലാം ചെയ്തിട്ടാണ് 2022 എവറസ്റ്റ് കയറുന്നത്. 2021 ട്രയലായിട്ട് മൗണ്ട് കിളിമഞ്ചാറോ ഞാൻ കയറി നോക്കിയാണ്. അത് ആഫ്രിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. അത് വെറും ട്രക്കിങ്ങാണ്, ആർക്ക് പോയാലും കയറാൻ പറ്റും. ഇത് 2 കഴിഞ്ഞു. അപ്പോൾ അത് നമ്മൾ ജീവിതത്തിൽ കണ്ടിന്യൂസ് ആയിട്ട് ലക്ഷ്യങ്ങൾ വെക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു തിയറി. ലക്ഷ്യങ്ങൾ അവസാനിച്ച് കഴിഞ്ഞാൽ മനുഷ്യന്റെ മരണമെന്നാണ് ഞാൻ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. കാരണം പിന്നെ മനുഷ്യന് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. എൻ്റെ പല വിദേശത്തുള്ള ഫ്രണ്ട്സും അവർ മരണം വരെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. രാഷ്ട്രീയക്കാർ വയസ്സാവാത്തത് മരിക്കാത്തത് എന്തുകൊണ്ടാണ്? ഇവർക്ക് എല്ലാ ദിവസവും എന്തെങ്കിലും ചെയ്യാനുണ്ട്. ഇവർക്ക് 5 വർഷം കൂടുമ്പോൾ കണ്ടിന്യൂസ് ആയ ലക്ഷ്യങ്ങളുണ്ട്. നാളെ ചോദിക്കുക ഈ ഇലക്ഷൻ തോറ്റാലും അടുത്ത ഇലക്ഷന് വേണ്ടി അവർ പ്രയത്നം ആരംഭിക്കത്തില്ല. അതുകൊണ്ടാണ് അവർക്ക് പ്രായമാവാത്തത്. നമ്മൾ എന്ത് പറയും 60 വയസ്സായി റിട്ടയർമെന്റിന് സമയമായി, ഇനി ഞാൻ ഒന്നും ചെയ്യുന്നില്ല, കുട്ടികളെ നോക്കിയിരിക്കാന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മൾ പെട്ടെന്ന് പ്രായം മരിച്ചു പോകും. അപ്പോൾ കണ്ടിന്യൂസ് ആയ ലക്ഷ്യങ്ങൾ മുന്നിൽ വെക്കണം. അപ്പം അങ്ങനെ ഈ 2 പർവ്വതം കയറി കഴിഞ്ഞപ്പോൾ 7 സമ്മിറ്റ്സ് എന്ന് പറയുന്ന അപ്പോഴാണ് ശരിക്കും മുന്നോട്ട് വരുന്നത്. അതിന് മുമ്പ് അങ്ങനെ എനിക്ക് പ്ലാനൊന്നും ഇല്ലായിരുന്നു. ഇതൊക്കെ അൺപ്ലാൻഡ് സാധനങ്ങളാണ്. 7 സമ്മിറ്റ്സ് 7 ഭൂഖണ്ഡങ്ങളിലെ ഉയരം കൂടിയ കൊടുമുടിയാണ്. ലോകത്തിൽ തന്നെ 500-600 പേരെ അതിനകത്ത് ഇതുവരെ ചെയ്തിട്ടുള്ളൂ. ഇത്രയും കോടി ആൾക്കാരിൽ 500-600 പേരെ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അത് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതിനൊക്കെ ഫണ്ട് വലിയൊരു ഘടകമാണ്. എവറസ്റ്റിൽ തന്നെ 10-40 ലക്ഷം രൂപ ഞാൻ ലോൺ എടുത്താൽ പോയത്. ലോണും കടമൊക്കെ എടുത്ത് അതിപ്പോഴും 30 ലക്ഷം രൂപ വീട്ടാറുണ്ട്. കൂട്ടുകാരൻ കടമൊക്കെ മേടിച്ചിട്ടാണ് പോകുന്നത്. പിന്നെ സ്പോൺസർ ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അല്ല, ഈ യാത്രകൾ ഇത്രത്തോളം യാത്രകൾ ചെയ്തല്ലോ, ഇതിനകത്തൊന്നും സ്പോൺസർഷിപ്പ് ഇല്ലായിരുന്നു. എവറസ്റ്റ് മാത്രം സ്പോൺസർ. എവറസ്റ്റ് എനിക്കൊരു ഏകദേശം 45 ലക്ഷം രൂപ ചിലവാകും. അതിനകത്തൊരു 5-6 ലക്ഷം രൂപ സ്പോൺസർഷിപ്പ് കിട്ടി. ബാക്കിയെല്ലാം കടമാണ്. ഇപ്പോഴും വർഷത്തിൽ അച്ചീവ്മെന്റ് ഉണ്ട്. മലയാളിയുടെ അഭിമാനമാണ് 7 സബ്മിറ്റ് അറ്റൻഡ് ചെയ്ത അല്ലെങ്കിൽ സബ്മിറ്റ് ചെയ്ത ഒരേ ഒരു മലയാളി. ആ മലയാളിയുടെ വിഷമമാണ് ഇതെന്ന് പറയാം. വിഷമമൊന്നുമല്ല, എന്നാലും ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലേ. നമുക്ക് ആൾക്കാരുടെ മുന്നിൽ കൈ നീട്ടാൻ താല്പര്യമില്ല. നമ്മുടെ അഭിമാനിക്കുന്ന ഈ അച്ചീവ്മെന്റ് ചെയ്തത് ആൾക്കാരുടെ പൈസ നമുക്ക് യാചിക്കുന്ന താല്പര്യമില്ല. സ്പോൺസറെ കിട്ടിക്കഴിഞ്ഞാൽ നല്ലത്. എവറസ്റ്റിൽ പോകുമ്പോൾ നമ്മൾ അതൊന്നും പ്രൂവ് ചെയ്തിട്ടില്ലല്ലോ.
അപ്പൊ സ്പോൺസർഷിപ്പ് കിട്ടാനും ബേസിക്കലി പാടാം. ഫ്രണ്ട്സ് ഒക്കെ ഒരു 15 ലക്ഷം രൂപ പിരിച്ചു തന്നു. അമ്മമാർക്ക് തിരിച്ചു കൊടുക്കണം, ആരും കൊടുത്തില്ല. ഇപ്പൊ ആരും ചോദിച്ചു വന്നേ അവന്മാരെ ഓടിക്കും, പൊക്കോളം പറയും. ഫ്രണ്ട്സിനോട് എന്ത് വേണം പറയാമല്ലോ. അത് കഴിഞ്ഞിട്ട് ബാക്കിയൊക്കെ സെക്രട്ടേറിയറ്റ് സൊസൈറ്റിയിൽ നിന്ന് ലോണും വൈഫിന്റെ സ്വർണ്ണമൊക്കെ പണയം വെച്ചിട്ടാ പോയത്. ഫെബ്രുവരി മാസം എന്ന് പറഞ്ഞാൽ എനിക്ക് പേടിയുള്ള മാസമാണ്. ഈ സ്വർണ്ണം എല്ലാം തിരിച്ചു മറിച്ച് വെക്കേണ്ട മാസമാണ്. ആ സ്വർണ്ണം എടുത്ത് ഇവിടെ കൊണ്ടുവെക്കുന്നു, ഈ സ്വർണ്ണം അവിടെ കൊണ്ടുവെക്കുന്നു. അങ്ങനെ അവസാനം ഈ സ്വർണ്ണം സെറ്റിൽ ചെയ്യുന്നത് 1 വർഷത്തേക്ക് സമാധാനം. അങ്ങനെ ഇപ്പൊ ഓടിക്കൊണ്ടേ ഇരിക്കുക. അപ്പൊ എവറസ്റ്റ് കഴിഞ്ഞ് ഇനിയിപ്പോ അടുത്ത് ചെയ്യണ 1 കോടി രൂപ വേണം. അന്റാർട്ടിക്ക തന്നെ 60 lakhs ആവും. പിന്നെ അങ്ങനെ ആവും. അപ്പം സത്യം പറഞ്ഞ 1 കോടി നമ്മൾ ഈ വിചാരിക്കുന്നത് നമുക്കിതൊക്കെ കിട്ടത്തില്ലെന്ന വിചാരം. നമ്മൾ ആഗ്രഹിച്ച എല്ലാം കിട്ടും. എവറസ്റ്റ് കഴിഞ്ഞിട്ട് ഞാൻ സ്പോൺസർമാരെ നല്ല രീതിയിൽ ഹണ്ട് ചെയ്യാൻ തുടങ്ങി. അപ്പൊ അങ്ങനെ എനിക്കൊരു സ്പോൺസറെ കിട്ടി. അങ്ങനെ പൈസ കിട്ടി. അങ്ങനെ അതിനുശേഷം എവറസ്റ്റ് കഴിഞ്ഞ ഉടനെ ഞാൻ ചെയ്ത് മൗണ്ട് ദനാലിയ 2023 ഇപ്പൊ പോയത്. അത് എവറസ്റ്റിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു സുബീർ ബക്ഷി എന്ന് പറഞ്ഞ ഒരാളുണ്ട്. പുള്ളി എവറസ്റ്റിൽ വെച്ച് ഞാൻ നല്ല കൂട്ടായിരുന്നു. അദ്ദേഹമാണ് എന്നെ അമേരിക്കയിലേക്ക് കൊണ്ടുപോയിട്ട് ആ മൗണ്ടൻ കയറ്റ് ചെയ്തത് 2023. അപ്പോഴത്തേക്ക് 3 മൗണ്ടനായി. ഇനിയുള്ള കിളിമഞ്ചാറോ ഫസ്റ്റ് 21, 22 എവറസ്റ്റ്, 23 ദനാലി, പിന്നെ 4 കൂടെ ഉള്ളൂ. അപ്പോഴത്തേക്ക് 7 സമ്മിറ്റ് എന്നുള്ള ഐഡിയ വന്നു. ഇങ്ങനെ തന്നെ എനിക്കൊരു ഐഡിയ തന്നത്. ഇങ്ങനെ ഞങ്ങൾ രാത്രി ടെന്റിൽ കിടക്കുന്ന സമയത്ത് ദനാലി കിടക്കുന്ന ഇങ്ങനെ ഇനി എന്താ ഞാൻ പറഞ്ഞു. അപ്പൊ ഇവിടെ ഇങ്ങനൊരു സാധനമുണ്ട്, ഞാനിത് ചെയ്യാൻ പോവാ. അങ്ങനെ 50ാമത്തെ വയസ്സിന് മുമ്പ് ചെയ്യണമെന്ന് ആഗ്രഹം. അപ്പം അന്റാർട്ടിക്ക ഒരു ഭയങ്കര പ്രശ്നമായിട്ട് കിടക്കുന്നത്, അതിനാ 60 lakhs വേണ്ടത്. അങ്ങനെ ഇഷ്ടംപോലെ പൈസ ഉണ്ട്. അതായത് ഹെയിൻസ് കെച്ചപ്പ് എന്ന് കേട്ടിട്ടുണ്ടോ? ഹെയിൻസ് എന്ന് പറഞ്ഞ കമ്പനി, അതിന്റെ ഗ്ലോബൽ വൈസ് പ്രസിഡന്റാ. പക്ഷെ ഇന്ത്യക്കാരനാണ് അദ്ദേഹം. അവിടെ സെറ്റിൽ അങ്ങനെ എന്ത് വേണമെങ്കിലും തരും. അപ്പൊ അങ്ങനെയല്ലേ ഞാൻ അവിടെ കൊണ്ടുപോയത്. ഇനിയുള്ള ഞാൻ കണ്ടുപിടിക്കണം. അങ്ങനെ സ്പോൺസറെ കിട്ടിയ ശേഷം ഞാൻ റഷ്യയിലെ ISTBക്ക് കയറി, യൂറോപ്പിലെ. അതിനുശേഷം അന്റാർട്ടിക്കയിലെ ISTBക്ക് കയറി. അതിനുശേഷം സൗത്ത് അമേരിക്കയിലെ ISTBക്ക് കയറി. അതിനുശേഷം 2024 നവംബറിൽ എന്താ പറയുക ഓസ്ട്രേലിയ ISTBക്ക് കയറി. നമ്മൾ 7 സമ്മിറ്റ് കംപ്ലീറ്റ് ചെയ്തു. ഇതിന്റെ ഇടയ്ക്ക് ലോകത്തിലെ ഏറ്റവും വലിയ അഗ്നിപർവ്വതം കയറാനുള്ള ഒരു ചാൻസ് ഉണ്ടായി. അത് 2024 ഫെബ്രുവരിയിലായിരുന്നു. ഓഹോസ് ഡെൽ സലാഡോ എന്ന് അതിന്റെ പേര്. അത് ചിലിയിലെ ഏറ്റവും ഉയരം കൂടിയ പീക്കാ. അഗ്നിപർവ്വതത്തിന്റെ മേളിൽ പോയിട്ടുള്ള എക്സ്പീരിയൻസ് പൊട്ടിത്തെറിച്ചോണ്ടിരിക്കുന്ന അഗ്നിപർവ്വതം അല്ല. ഇതിന്റെ അകത്ത് ഇങ്ങനെ ടെൻഷൻ നടക്കും, ഏത് നിമിഷം പൊട്ടിത്തെറിക്കാം. ഇതിന്റെ താഴെ കൂടെ ഒക്കെ ചൂട് നീരറിവുകൾ ഒഴുകുന്നുണ്ട്. ചൂട് നദി, ഹ്യൂമ നദി എന്നാ നദിയുടെ പേര്. അത് തിളച്ച വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക. അടിയിൽ ആക്ടിവിറ്റി നടക്കുന്നുണ്ട്. പക്ഷെ 22,000 അടി ആയതുകൊണ്ട് തന്നെ വലിയ ചൂടാ, വലിയ തണുപ്പാ. ഹൈറ്റ് കൂടുമ്പോൾ തണുപ്പ് കൂടുതലാണ്. പൊട്ടിത്തെറിച്ചാലേ ചൂട് വരത്തുള്ളൂ. പിന്നെ ഇത് പണ്ട് പൊട്ടിത്തെറിച്ചതിന്റെ ഈ ആഷസ് ഇതിന്റെ ചുറ്റും കിടപ്പുണ്ട്. അതുകൊണ്ട് നമ്മൾ നടന്നു കയറുമ്പോൾ ഈ കടൽ മണ്ണിൽ ചവിട്ടി പോകുമ്പോൾ പൂഴി മണ്ണിൽ ചവിട്ടി പോകുമ്പോൾ താഴെ അതുപോലെ താഴെ. അവിടുത്തെ ആ പർവ്വതത്തിൽ പ്രശ്നം അതാ. അപ്പൊ റിസ്കി ആയിരുന്നില്ലേ അതിന്? എല്ലാ പർവ്വതങ്ങളും റിസ്ക്കാണ്. ചെറിയതാണെ പോലും നമ്മുടെ ഇവിടുത്തെ ചെറിയ മീശപ്പുലി അഗ്നിപർവ്വതം പൊട്ടാനായിട്ട് ഇങ്ങനെ ഇരിക്കുന്നിടത്താണല്ലോ നമുക്ക് അറിയാൻ പറ്റും. സാറ്റലൈറ്റ് വെച്ചിട്ട് അമേരിക്കക്കാർ പറയാം ഇപ്പൊ പൊട്ടും. അമേരിക്കക്കാർ പറയാതെ ഒന്നും പൊട്ടത്തില്ല. അവർക്ക് എനിക്കൊരു ഈ മറ്റേ വെള്ളപ്പൊക്കം ഒഴിച്ച് ബാക്കി എല്ലാം പ്രഡിക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തല്ലോ, എന്നാലും ഈ തുടക്കത്തിലേക്ക് തന്നെ നമുക്ക് പോവാം. ഈ തുടക്കം യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു, ഇപ്പം IAS കാര്യങ്ങളും ഒക്കെ താല്പര്യം ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു. അതെല്ലാം വിട്ടിട്ടാണ് യാത്ര പോയെന്ന് പറഞ്ഞു. ആദ്യമായിട്ട് യാത്ര പോയത് എവിടെയാണ്? അയ്യോ, ആദ്യം യാത്ര പോയത് എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ ഒരു അത്രയ്ക്ക് യാത്ര ചെയ്തോണ്ട് പഴയതെല്ലാം ആദ്യം ചെറുപ്പകാലം മുതൽ എന്റെ മുന്നിലേക്ക് ഓർമ്മ വരും. ഇപ്പൊ മാതൃഭൂമി എന്നെ ഞങ്ങളൊരു ബുക്ക് എഴുതുന്നുണ്ട്. 2 മാസത്തിനുള്ളിൽ അത് പ്രസിദ്ധീകരിക്കും. അന്നേരം ഈ ആദ്യത്തെ യാത്ര അല്ല, അപ്പൊ അതിനുവേണ്ടി ഞാൻ ഈ ആദ്യം എന്ന് പറയുന്നത് എന്റെ കുട്ടിക്കാലത്തെ ഏറ്റവും ആദ്യത്തെ യാത്ര എനിക്ക് ഓർമ്മയില്ല സത്യം പറഞ്ഞാൽ. പിന്നെ ഓർമ്മകളുള്ള യാത്രകള് അത് വേണ്ട, ഓർക്കണ്ട. ഞാൻ ഈ ഗവൺമെന്റ് ജോബ് ഒരു ലീവ് എടുത്തിട്ടാണല്ലോ ഇപ്പൊ യാത്ര പോകുന്നത്. അപ്പൊ അത് കഴിഞ്ഞിട്ടുള്ള ആ ലീവ് എടുത്തിട്ടുള്ള ഫസ്റ്റ് യാത്ര എങ്ങോട്ടായിരുന്നു? എന്റെ സത്യം പറഞ്ഞാൽ എനിക്ക് യാത്രകളൊക്കെ ഓർമ്മ വരുന്നത് കോളേജ് ലൈഫിലാണ്. കോളേജ് ഞങ്ങൾക്കൊരു പൾസർ ഉണ്ടായിരുന്നു, ഒരു 3-4 പേർക്ക് പൾസർ ഉണ്ടായിരുന്നു. അപ്പൊ കോളേജിൽ ഈ അവധി ദിവസങ്ങളിലൊക്കെ പെട്രോൾ അടിച്ച് എങ്ങോട്ടെങ്കിലും പോകുക എന്നുള്ളൊരു പരിപാടിയുണ്ട്. അങ്ങനെ ഞങ്ങൾ ഈ മൂന്നാർ, തമിഴ്നാട് പല സ്ഥലങ്ങളിലൊക്കെ പോയി. ആ സമയം തൊട്ട് യാത്ര ഒരു ഇതായിട്ട് തുടങ്ങി. കോളേജ് ഡേയ്സ് ആണ്. കോളേജ് ഡേയ്സിലാണ് ശരിക്കും യാത്ര ആരംഭിച്ചത്, 2005 മുതൽ. കോളേജ് ഡേയ്സ് പറയുമ്പോൾ ഒന്ന് ജസ്റ്റ് കയറി പോകാവുന്ന ഒരു കാര്യമാണ് ഫാമിലി. ഫാമിലിയുടെ സപ്പോർട്ട് എങ്ങനെയുണ്ടായിരുന്നു? ഫാമിലി വൈഫും ഒരു മോളും ആണുള്ളത്. ഇവർക്കൊക്കെ ആദ്യം അച്ഛനും അമ്മയുണ്ട്. ഇവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ പറയുമ്പോൾ വലിയ പേടിയാണ്. പിന്നെ ഞാൻ അത്രയും പേടിപ്പിച്ച് കാര്യങ്ങളൊന്നും പറയാറില്ല. ഞാനിപ്പോ അമേരിക്കയിൽ പോകുന്നൊരു തലേന്നേ പറയാറുള്ളൂ, നാളെ അമേരിക്ക വരെ പോയിട്ട് വരാമെന്ന് പറയും. കാരണം ഇല്ലെങ്കിൽ ഇവർ ടെൻഷൻ ആവും. പോയി കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് ടെൻഷൻ ഇല്ലല്ലോ. ഇല്ലെങ്കിൽ 3-4 ദിവസം ഇവർ തന്നെ ടെൻഷൻ ബിൽഡ് ചെയ്ത് ഇവർ വേറെ എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യും, ചിന്തിച്ചു വിടും. മിനിമം ടെൻഷൻ കൊടുക്കുക എന്നുള്ളതാണ് എന്റെ പരിപാടി. എവറസ്റ്റ് പോയപ്പോൾ ഞാൻ എവറസ്റ്റ് വരെ പോയിട്ട് വരാമെന്ന് പറഞ്ഞോളൂ. അല്ലാതെ ഞാൻ വലിയ
സീരിയസ് ഇത്രയും ഡേഞ്ചർ ആണെന്നും ഞാൻ പറയാൻ പോയില്ല. പോയില്ല. പ്രിപ്പയർ ചെയ്യുന്നൊക്കെ അവർക്ക് മനസ്സിലാവും. പക്ഷെ അവര് ഞാൻ പക്ഷെ ഉമ്മ അന്ന് ആ ഒരു പ്രശ്നം നടന്ന സമയത്ത് ഉമ്മ ഭയങ്കര കരച്ചില് ചാനലിലൊക്കെ വന്നപ്പോ അതെ ഒരേ ഒരു മോനേ ഉള്ളല്ലേ. പിന്നെ നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാനുള്ളത് അവര് ചെയ്യാൻ പറ്റത്തില്ല. തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാനുള്ള ആഗ്രഹം നമ്മൾ തന്നെ പൂർത്തീകരിക്കണം. അതിനിപ്പോ ആരെ നോക്കിയിരുന്നിട്ട് കാര്യമില്ല. ഇല്ല, നമ്മൾ വന്നത് ഒരു ഒറ്റയ്ക്കാണ്, പോകുന്നത് ഒറ്റയ്ക്കായിരിക്കും. അതിനുള്ളിൽ ഫ്രണ്ട്സ് ഉണ്ടാവും, ഫാമിലി ഉണ്ടാവും, ബന്ധുക്കൾ ഉണ്ടാവും. അതെല്ലാം കൂടെ നമുക്ക് തല വെച്ചുകൊണ്ട് പോകാൻ പറ്റത്തില്ല. അടുത്ത ലക്ഷ്യം എന്താ? അടുത്ത ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എവറി കൺട്രിയിലെ ഹയസ്റ്റ് പീക്സ് കയറുക എന്നുള്ളതാണ്. എവറി കൺട്രിയില് 195 രാജ്യങ്ങളിലെയും ഉയരം കൂടിയ കൊടുമുടികൾ കയറുന്ന ലോകത്തിലെ ആദ്യത്തെ മനുഷ്യനാവാനുള്ള ഒരു കഠിന പ്രയത്നമാണ്. അപ്പൊ അതിനുവേണ്ടിയുള്ള കഠിനമായിട്ടുള്ള സ്പോൺസർമാരെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉടനെ തന്നെ കിട്ടും. അങ്ങനെയാണെങ്കിൽ സ്പോൺസേഴ്സിന്റെ പ്രത്യേക ശ്രദ്ധയ്ക്ക് നെക്സ്റ്റ് ഇയർ തന്നെ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. 5 ഇയർ ആണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അറൗണ്ട് ഒരു 15 കോടി രൂപയുടെ ചെലവുണ്ടാവും ഈ 5 വർഷം കൊണ്ട്. അതിനുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ ചാർട്ട് ചെയ്യുന്ന റൂട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അത് ശരിയായ ഉടനെ തന്നെ ഞാൻ പറഞ്ഞു നമ്മൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നടക്കും. തീർച്ചയായിട്ടും. ഇപ്പൊ എന്റെ 15 കോടി ഇല്ലല്ലോ. നമ്മൾ അടുത്ത ഇന്റർവ്യൂ വരുമ്പോ നോക്കിക്കോ, 15 കോടിയൊക്കെ നോക്കിക്കോ. കാരണം അത് നമുക്ക് നമ്മൾ അതാവും. കാരണം നമ്മൾ നിരന്തരം ഇതിനു വേണ്ടി തന്നെ ആഗ്രഹിക്കുന്നത്. ഇവിടെ വന്നിരിക്കുമ്പോൾ എന്റെ തലയിൽ ഓടുന്ന ഇത് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ മുന്നിൽ വരും. നമ്മളിപ്പം എങ്ങനെ ഒരു കാര്യം ആഗ്രഹിക്കുന്നത്, മാനിഫെസ്റ്റേഷൻ ആണോ അറിയത്തില്ല. നമ്മളൊരു കാര്യം ആഗ്രഹിക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ ആഗ്രഹിക്കുന്നത് നമുക്ക് തോന്നുമ്പോഴാണ്. നമുക്കത് ഇങ്ങനെ സാധനം ഉണ്ടെന്ന് അറിയണ്ടേ. ഇപ്പൊ പറയുന്ന ഒരു ചെടി ഒരു ചായ എന്ന് പറഞ്ഞ സാധനം ഇല്ലെന്ന് നമുക്ക് അറിയില്ല. അതിനെ കുറിച്ച് നമുക്ക് ചായ കുടിക്കണമെന്ന് ആഗ്രഹം വരത്തില്ല. ആദ്യമായിട്ടും ചായ കുടിച്ചാലല്ലേ ചായയെ കുറിച്ചുള്ള ആഗ്രഹം വരത്തുള്ളൂ. അപ്പൊ എന്റെ തിയറി നേരെ തിരിച്ചാ. നമുക്കിപ്പോ ഒരു മനസ്സിലൊരു ആഗ്രഹം വന്നെന്ന് വെച്ചോ, അത് നടക്കാൻ വേണ്ടിയിട്ടുള്ള ഇല്ലേ ആഗ്രഹം മനസ്സിൽ വരേണ്ട ഒരാവശ്യമില്ല. ഈ ലോകത്ത് എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്, നമ്മളെല്ലാം ആഗ്രഹിക്കുന്നുണ്ടോ? നമുക്ക് ന്യൂയോർക്കില് ഒരു ചായക്കട ഇപ്പൊ ചായ കുടിക്കണമെന്ന് ആഗ്രഹമില്ലല്ലോ. കാരണം ആ ചായക്കട നമുക്ക് അറിയത്തില്ല, ഇല്ലേ? അപ്പൊ നമ്മുടെ മനസ്സിലേക്ക് ഒരു ആഗ്രഹം വന്നാൽ മനസ്സിലായിക്കോ, അത് പ്രപഞ്ചം നമ്മളെ കൊണ്ട് ചെയ്യിക്കാൻ വേണ്ടിയാണ്. പിന്നെ അതിന് വർക്ക് തുടങ്ങിക്കോണം. എന്തായാലും ഞാൻ അങ്ങനെ ചെയ്യാറുള്ളൂ. ഇങ്ങോട്ട് വരുന്ന ആഗ്രഹത്തെ വിടത്തില്ല, അതിനെ പിടിച്ചു കയറാൻ നോക്കും. ഒരു പിടിവള്ളി കിട്ടി, ഞാൻ അതിനകത്ത് പിടിച്ചിട്ട് അറ്റം കണ്ടിട്ട് പിടിക്കാൻ വേണ്ടി തന്നെയാണ് നമുക്ക് ദൈവം ഇട്ട് വന്നിരിക്കുന്നത്. ഇല്ല എന്തിനാ എനിക്ക് ആഗ്രഹം തോന്നിച്ച മനസ്സിൽ? അതെ ശരിയല്ലല്ലോ അല്ലേ?